ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് സയൻസ് സ്റ്റോറീസ്. ഞാൻ വിദ്യ. നമുക്കിവിടെ ലൈഫ് സയൻസിൻ്റെ ബേസിക്സും കോൺസെപ്റ്റൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു. ഈ വീഡിയോയിൽ നമുക്ക് ക്വാട്ടർണറി സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ തന്നെയാണ്, പക്ഷേ 2 or more പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. അതായത് 2 or അതിലധികമോ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കൂടിച്ചേർന്നിട്ട് ഒരു ഫങ്ഷണൽ പ്രോട്ടീനായിട്ട് മാറും. അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പോളിപെപ്റ്റൈഡ് ചെയിൻസിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റും ഇൻട്രാക്ഷൻസിനുമാണ് നമ്മൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. എല്ലാ പ്രോട്ടീൻസിനും ഇങ്ങനെ ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒന്നിലധികമോ പോളിപെപ്റ്റൈഡ് ചെയിനുകളുള്ള പ്രോട്ടീൻസിന് മാത്രമേ ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യത്തുള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് അമിനോ ആസിഡ് സീക്വൻസ് ഇങ്ങനെ നീണ്ടു പോകുന്നതിനാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൽഫ ഹെലിക്സ്, ബീറ്റ ഷീറ്റ്സിനെയൊക്കെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ 3D ഷേപ്പിലേക്ക് മാറുമ്പോഴാണ് അതിന് നമ്മൾ ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഫോൾഡ് ചെയ്ത് അസംബിൾ ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ മൾട്ടി ചെയിൻ പ്രോട്ടീൻ്റെ അകത്തുള്ള ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിനെയാണ് നമ്മൾ ഒരു സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സബ് യൂണിറ്റിന് അതിൻ്റേതായ പ്രൈമറി സ്ട്രക്ചർ ഉണ്ടാവും, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാവും, ടെർഷ്യറി സ്ട്രക്ചറും ഉണ്ടാവും. ഇങ്ങനെ കുറേ സബ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഇനിഷ്യലി ഈ ചെയിൻസ് ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കും. അതായത് വേറെ ആയിരിക്കും ഉണ്ടാകുന്നത്. റൈബോസോം ഇത് സിന്തസിസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് വേറെ പോളിപെപ്റ്റൈഡ് ചെയിനായിട്ട് തന്നെയായിരിക്കും ഇതിനെ സിന്തസിസ് ചെയ്ത് എടുക്കുന്നത്. അതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഇങ്ങനെ ആകുന്നത്. ഈ ഓരോ സബ് യൂണിറ്റിലും സ്പെസിഫിക് റീജിയൻസ് ഉണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന സ്പെസിഫിക് റീജിയൻസ് ഉള്ള സബ് യൂണിറ്റിനെ അവരിങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ചെയിൻ എയും ചെയിൻ ബിയും ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ചെയിൻ എയിലുള്ള സ്പെസിഫിക് റീജിയൻസ് ചെയിൻ ബിയിലുള്ള അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന സ്പെസിഫിക് റീജിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് അങ്ങനെയാണ് ഒന്ന് ചേരുന്നത്. ഇവർ പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുന്ന സർഫസ് മാത്രമാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ സബ് യൂണിറ്റ്സ് തമ്മിൽ അസോസിയേറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഓരോ ചെയിനുകളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ക്വാട്ടർണറി സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യും. പിന്നെ നമ്മൾ ടെർഷ്യറി സ്ട്രക്ചർ പറഞ്ഞപ്പോഴത്തേക്കും ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ആണ് ഇവരെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സിലുള്ള ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടല്ലോ, അവർ ഒരുമിച്ച് ക്ലസ്റ്റർ ചെയ്ത് വരും. ഇവിടെ ക്വാട്ടർണറി സ്ട്രക്ചറിനെയും സ്റ്റെബിലൈസ് ചെയ്യുന്ന മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സിലുള്ള അമിനോ ആസിഡ്സിനെ ഈ ഹൈഡ്രജൻ ബോണ്ട് വഴിയിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്യാറുണ്ട്. അതായത് സെറിൻ, ട്രിയോണിൻ, അസ്പാർജിൻ, ഗ്ലൂട്ടാമിനൊക്കെ ഇങ്ങനെയാണ് ബോണ്ട് ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ടാണ് സബ് യൂണിറ്റ്സിനെ നല്ല പ്രിസൈസ് ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അയോണിക് ബോണ്ട് ഉണ്ട്. അയോണിക് ബോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ബ്രിഡ്ജസ് ആണല്ലോ, ഓപ്പോസിറ്റ് ചാർജുള്ള റെസിഡ്യൂസ് തമ്മിൽ ഇത് അയോണിക് ബോണ്ട് ഫോം ചെയ്യാറുണ്ട്. ഇത് സബ് യൂണിറ്റ്സിൻ്റെ ഇൻട്രാക്ഷനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ബോണ്ടാണ്. പിന്നെ വാൻ ഡെർ വാൾസ് ഫോഴ്സസ്, അത് നമ്മൾ പറഞ്ഞു വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ക്ലോസ്ലി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആറ്റംസിനെ ക്ലോസ്ലി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാൻ ഡെർ വാൾസ് ഫോഴ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ തൗസൻഡ്സ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സാണ് ഇൻട്രാക്ട് ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഡൈസൾഫൈഡ് ബോൺസ് ഉണ്ട്. അതായത് ഇൻ്റർ ചെയിനിൽ വരുന്ന ഡൈസൾഫൈഡ് ബോൺസ്, അത് നമ്മൾ മുമ്പ് പറഞ്ഞു, അത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചെയിനുകൾ തമ്മിലായിരിക്കും എന്നേ ഉള്ളൂ. ക്വാട്ടർണറി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രോങ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോവലന്റ് ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോഴത്തേക്കും 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻസിനെ നമുക്ക് കിട്ടും. ഹോമോമെറിക് പ്രോട്ടീൻസിനെയും കിട്ടും, ഹെട്രോമെറിക് പ്രോട്ടീൻസിനെയും കിട്ടും. അതായത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ് യൂണിറ്റ്സും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സബ് യൂണിറ്റ്സ് ആണെങ്കിൽ അത് ഹോമോമെറിക് പ്രോട്ടീൻസ് ആയിരിക്കും. ഈ വരുന്ന സബ് യൂണിറ്റ്സ് ഒക്കെ ഡിഫറെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഹെട്രോമെറിക് ആയിരിക്കും. 2 സബ് യൂണിറ്റ്സ് ഉള്ളെങ്കിൽ നമ്മൾ ഡൈമർ എന്ന് പറയും. 3 സബ് യൂണിറ്റ്സ് ആണുള്ളതെങ്കിൽ ട്രൈമർ എന്ന് പറയും. 4 ആണെങ്കിൽ ടെട്രാമർ പറയും. 5 ആണെങ്കിൽ പെൻറ്റാമർ പറയും. ഒരുപാടുണ്ടെങ്കിൽ മൾട്ടിമർ എന്ന് പറയും. ഇവിടെ ഹോമോമെറിക് പ്രോട്ടീൻസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, സിംപ്ലിസിറ്റി ഉള്ള പ്രോട്ടീൻസ് ആയിരിക്കും, സിമിട്രി ഉള്ളതായിരിക്കും, പിന്നെ എഫിഷ്യൻ്റ് ആയിട്ട് അസംബ്ലി ചെയ്യാനും പറ്റും. ഹോമോമെറിക് പ്രോട്ടീൻസ് എല്ലാം ഒരേപോലെ ഇരിക്കുന്ന പ്രോട്ടീൻസിന്, ഒരേപോലെ ഇരിക്കുന്ന സബ് യൂണിറ്റ് ഉള്ള പ്രോട്ടീൻസ്. ഹെട്രോമെറിക് പ്രോട്ടീൻസിനാകുമ്പോഴത്തേക്കും ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, റെഗുലേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഹെട്രോമെറിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. റെഗുലേറ്ററി പ്രോട്ടീൻസ് ഒക്കെ ഹെട്രോമെറിക് പ്രോട്ടീൻസ് ആയിരിക്കും. പിന്നെ അലോസ്റ്ററിക് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തും. പിന്നെ അഡാപ്റ്റബിലിറ്റി അവരുടെ സ്പെഷ്യാലിറ്റിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിലുള്ള മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസും ഒലിഗോമെട്രിക് ആയിരിക്കും. അതായത് ഒരുപാട് ഇതുപോലെ സബ് യൂണിറ്റ്സ് ഉള്ള ഒരുപാട് പോളിപെപ്റ്റൈഡുകളുള്ള ഒരു പ്രോട്ടീനാണ് ഒലിഗോമെട്രിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഹോമോമെറിക് പ്രോട്ടീൻസ് ആയിരിക്കും മോർ കോമൺ ആയിട്ട് കാണുന്ന പ്രോട്ടീൻസ്.
ഇനി നമ്മുടെ ഹീമോഗ്ലോബിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിന് 4 സബ് യൂണിറ്റ്സ് ആണുള്ളത്. ആൽഫ 1, ആൽഫ 2, ബീറ്റ 1, ബീറ്റ 2 എന്ന് പറഞ്ഞിട്ട്. അതായത് അതൊരു കോട്ടോണി സ്ട്രക്ചർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞാണ് ലങ്സിലും ടിഷ്യൂവിലും ഒക്കെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഓരോ സബ് യൂണിറ്റിലും ഒരു ഹീം ഗ്രൂപ്പും ഉണ്ട്. ഇത് കോട്ടോണി സ്ട്രക്ചറിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കോപ്പറേറ്റിവിറ്റി. അതായത് ഓക്സിജൻ വന്നിട്ട് ഇവിടെ ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഷേപ്പ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതർ സബ് യൂണിറ്റ്സിന് ഓക്സിജനുമായിട്ട് പെട്ടെന്ന് വന്നിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഫിനോമിനയൊക്കെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ കോട്ടോണി സ്ട്രക്ചർ ഫോം ചെയ്തില്ലെങ്കിൽ ഇങ്ങനൊരു ബിഹേവിയർ ഇവിടെ നടക്കില്ല. പിന്നെ ഇവിടെ അലോസ്റ്റെറിക് റെഗുലേഷൻസ് നടക്കുന്നുണ്ട്. അതായത് ആക്റ്റീവ് സൈറ്റ് അല്ലാത്ത ഒരു സൈറ്റിലേക്ക് വന്നിട്ട് ഒരു മോളിക്യൂള് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് വഴി ഒരു പ്രോട്ടീൻ്റെ ആക്ടിവിറ്റീനെയോ അല്ലെങ്കിൽ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ അലോസ്റ്റെറിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് ആക്റ്റീവ് സൈറ്റിൽ വന്ന് തന്നെ ബൈൻഡ് ചെയ്യണമെന്നില്ല. അതായത് ഇപ്പോൾ ഓക്സിജൻ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു മോളിക്യൂൾ വന്നിട്ട് ബൈൻഡ് ചെയ്താൽ മതി. അലോസ്റ്റെറിക് റെഗുലേഷൻ മീൻസ് റെഗുലേഷൻ ത്രൂ ബൈൻഡിങ് അറ്റ് അനദർ സൈറ്റിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം തന്നെ. അതായത് ആക്റ്റീവ് സൈറ്റിലാണ് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത്, അലോസ്റ്റെറിക് സൈറ്റിലാണ് റെഗുലേറ്ററി മോളിക്യൂൾസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഇത് തന്നെ പോസിറ്റീവ് അലോസ്റ്റെറിക് റെഗുലേഷനുണ്ട്, നെഗറ്റീവ് അലോസ്റ്റെറിക് റെഗുലേഷനുണ്ട്. അതായത് ഓക്സിജൻ വന്നിട്ട് ഹീമോഗ്ലോബിനിലേക്ക് ബൈൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂള് ബാക്കിയുള്ള സബ് യൂണിറ്റ്സിലേക്ക് ഇങ്ങനെ ഈ ഓക്സിജനെ ബൈൻഡ് ചെയ്യിക്കാനുള്ള അഫിനിറ്റി ഇൻക്രീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള അലോസ്റ്റെറിക് റെഗുലേഷനാണ്. ഇനി നെഗറ്റീവായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്ടർ ഡിക്രീസ് ചെയ്യിക്കും, ഇതിൻ്റെ ആക്ടിവിറ്റിനെ ഡിക്രീസ് ചെയ്യിക്കുന്നതാണ് നമ്മൾ നെഗറ്റീവ് അലോസ്റ്റെറിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഹോമോട്രോഫിക് എഫക്റ്റേഴ്സ് ഉണ്ട്. അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് സ്വന്തമായിട്ട് തന്നെ റെഗുലേറ്റ് ചെയ്യും. സബ്സ്ട്രേറ്റ് തന്നെ സ്വന്തമായിട്ടൊരു റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹോമോട്രോഫിക് എഫക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓക്സിജൻ വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഫസ്റ്റ് ഓക്സിജൻ ബൈൻഡ് ചെയ്തതിന് ശേഷം അതർ സബ് യൂണിറ്റ്സിലേക്ക് ഈ ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ ഇവിടെ ലിഗാൻഡായിട്ടും അലോസ്റ്റെറിക് ഇഫക്റ്ററായിട്ടും രണ്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹോമോട്രോഫിക് റെഗുലേഷൻ. ഇനി ഒരു പ്രോട്ടീനെ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് വന്ന് റെഗുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെട്രോട്രോഫിക് എഫക്റ്റേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അകത്ത് H+ അയോൺസ് ഉണ്ടല്ലോ, H+ അയോൺസ് ഓക്സിജൻ്റെ അടുത്തുള്ള അഫിനിറ്റി ഡിക്രീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. CO2 നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഓക്സിജൻ റിലീസിനെ പ്രൊമോട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. 2,3-BPG ഉണ്ട്, അവർ T സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഈ മോളിക്യൂൾസ് ഈ പറഞ്ഞ H+ അയോൺസ്, കാർബൺ ഡൈ ഓക്സൈഡ്, 2,3-BPG ഇവരൊക്കെയാണ് ഇവിടുത്തെ ഹെട്രോട്രോഫിക് എഫക്റ്റേഴ്സ്, ഈ 3 മോളിക്യൂൾസ്. ഇനി T സ്റ്റേറ്റ് എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥേനെയാണ് T സ്റ്റേറ്റ് എന്ന് പറയുന്നത്. T സ്റ്റാൻഡ്സ് ഫോർ ടെൻസ് ആണ്. അതായത് ആ സമയത്ത് ലോ അഫിനിറ്റി ആയിരിക്കും, ആക്ടിവിറ്റിയൊക്കെ വളരെ കുറവായിരിക്കും. ഇതാണ് T സ്റ്റേറ്റ്. ഇനി R സ്റ്റേറ്റ് ഉണ്ട്, റിലാക്സ്ഡ് ആയിട്ടുള്ള, R ഫോർ റിലാക്സ്ഡ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ബൈൻഡിങ്ങിന് മോസ്റ്റ് ഫേവേർഡ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഹൈ അഫിനിറ്റി ആയിരിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും. T സ്റ്റേറ്റിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്ന സമയത്ത് അത് R സ്റ്റേറ്റിലേക്ക് പോകും. ഹീമോഗ്ലോബിൻ്റെ കാര്യമാണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പോൾ അലോസ്റ്റെറിക് റെഗുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലേറ്ററി മോളിക്യൂൾ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് വഴി, അതായത് ആക്റ്റീവ് സൈറ്റിലേക്കല്ല അലോസ്റ്റെറിക് റെഗുലേഷൻ്റെ സൈറ്റിലേക്ക് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് വഴി കൺഫർമേഷണൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഈ പ്രോട്ടീൻ്റെ ആക്ടിവിറ്റീനെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ അലോസ്റ്റെറിക് റെഗുലേഷൻ. ഈ ഹീമോഗ്ലോബിനകത്ത് നമ്മുടെ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് pH കുറയും. അതിനോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷനും കൂടും. ഇങ്ങനെ ഹൈഡ്രജൻ അയോണിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറയും, ഓക്സിജനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരും. കാരണം കൂടുതൽ H+ഉം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, അതുകൊണ്ട് ഓക്സിജനെ വേണ്ടാതാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിജനെ ടിഷ്യൂവിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇതിനെയാണ് നമ്മൾ ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഹൈഡ്രജൻ അയോൺസും കാർബൺ ഡൈ ഓക്സൈഡും കൂടുന്ന സമയത്താണ് ടിഷ്യൂസിലേക്ക് ഓക്സിജനെ ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ. ഇതിനെയാണ് നമ്മൾ ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഹീമോഗ്ലോബിൻ്റെ കോട്ടോണറി സ്ട്രക്ചറിൻ്റെയും അലോസ്റ്റെറിക് പ്രോപ്പർട്ടീസിൻ്റെയും ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിയോളജിക്കൽ കോൺസിക്വൻസസ് ആണ്. അപ്പോൾ ബോർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജനോടുള്ള അഫിനിറ്റി ഹീമോഗ്ലോബിന് കുറയുന്നൊരവസ്ഥയാണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡും H+ അയോണിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട്. ഇങ്ങനെയാണ് മെറ്റബോളിക്കലി ആക്റ്റീവായിട്ടുള്ള ടിഷ്യൂവിലേക്ക് ഓക്സിജൻ്റെ അൺലോഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്.
അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ഇങ്ങനെ ബ്ലഡിൻ്റെ കൂടെ ഒഴുകി വരുന്ന സമയത്ത് ഈ എവിടെയാണോ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും എവിടെയാണോ ഏറ്റവും കൂടുതൽ H+ അയോൺസും ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണോ ഓക്സിജൻ്റെ ആവശ്യമുള്ളത് അവിടേക്ക് കൃത്യമായിട്ട് നമുക്ക് ഓക്സിജനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ലോ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും ലോ ആയിട്ടുള്ള ഹൈഡ്രജൻ കോൺസെൻട്രേഷനും ഉള്ള സമയത്ത് ഹൈ pH ആയിരിക്കും, അന്നേരം R സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ഫേവേർഡ് ആയിട്ടുള്ള സമയമാണ്, അന്നേരം എല്ലാ ഓക്സിജനുമായിട്ട് ഇങ്ങനെ ഹീമോഗ്ലോബിൻ കൂട്ടുകൂടി ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ടിഷ്യൂസിലെത്തുമ്പോഴേക്കും അവിടെ എന്താണ് ഓക്സിജൻ വേണം. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും കൂടുതലാണ്, ഹൈഡ്രജൻ കോൺസെൻട്രേഷനും കൂടുതലാണ്. എന്ത് പറ്റും? ഈ ഓക്സിജനോടുള്ള അഫിനിറ്റി ഇവർക്ക് കുറയും, ഹീമോഗ്ലോബിന് കുറയും. എന്നിട്ട് കയ്യിലുള്ള ഓക്സിജനെ അങ്ങ് കൊടുത്തിട്ട് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ മേടിച്ചെടുക്കും? അതാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ഇത് എത്തുന്നത്. ഈ ബോർ എഫക്റ്റ് ഇങ്ങനെ റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഇങ്ങനെ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ലോവർ അഫിനിറ്റി ഫോർ ഓക്സിജൻ വരുമ്പോഴത്തേക്കും, അതായത് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ അഫിനിറ്റി ഫോർ ഓക്സിജൻ, ആ സമയത്ത് മോർ ഓക്സിജനെ അൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറയുന്നത് എപ്പോഴാണ്? ആ ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡും H+ അയോൺസും കൂടി നിൽക്കുന്ന സമയത്ത് ഓക്സിജനുള്ള അഫിനിറ്റി കുറഞ്ഞിട്ട് ഓക്സിജൻ അവിടെ മൊത്തം അൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ആസിഡ് കൂടുതലാണെങ്കിൽ, അതായത് H+ അയോൺസ് കൂടുതലാണെങ്കിൽ, pH കൂടുതലാണെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. കൂടുതൽ ഓക്സിജൻ വേണേ. അപ്പോൾ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുവാണെങ്കിലും റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെയാണ് ടിഷ്യൂവിലേക്ക് കൂടുതൽ ഓക്സിജനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ഫാക്ടേഴ്സൊക്കെ എപ്പോഴും റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും കാണുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡും H+ അയോൺസും ഹീറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് കൂടുതൽ ഓക്സിജനെ വേണം എന്ന് തോന്നുന്ന സമയത്താണല്ലോ. അപ്പോൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടുന്ന സമയത്ത് ഓക്സിജനുള്ള അഫിനിറ്റി കുറയുമല്ലോ ഹീമോഗ്ലോബിൻ. അപ്പോൾ കയ്യിലുള്ള ഓക്സിജനൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓക്സിജൻ ആ സ്ഥലത്തേക്ക്, ആ മസിലിലേക്കൊക്കെ കൂടുതൽ ഓക്സിജനായിട്ട് കിട്ടും, ഓക്സിജൻ റിലീസ് ചെയ്ത് കിട്ടും. അതായത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ടിഷ്യൂസിലേക്കൊക്കെയാണ് കൂടുതൽ ഓക്സിജൻ വേണ്ടത്. അതായത് സ്കെൽറ്റൽ മസിൽസ്, ഹാർട്ട്, ബ്രെയിൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ടിഷ്യൂസിലേക്കാണ് കൂടുതൽ ഓക്സിജൻ റിസീവ് ചെയ്യേണ്ടത്. കൂടുതൽ ഓക്സിജൻ ഡിമാൻഡുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ്. ബോർ എഫക്റ്റ് ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് എഫിഷ്യൻസിനെയാണ് പറയുന്നത്. ഇനി 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസും കൂടെ ചേർന്നിട്ട് ഒരു ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത് വരുന്ന ആൻറ്റിബോഡീസിനെ കണ്ടിട്ടുണ്ടോ? ഈ ആൻറ്റിബോഡീസാണ് നമ്മുടെ കോട്ടോണിക് സ്ട്രക്ചറിന് പറയാവുന്ന ക്ലാസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ. നല്ല ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ അല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? പിന്നെ വൈറസസ് ഒക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് വൈറസസ് ഒക്കെ എല്ലാവരും ഓൾമോസ്റ്റ് എൻറ്റയർ സാധനങ്ങളും കോട്ടോണിക് സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്നത്. വൈറസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ കോട്ടും അതിനകത്ത് ഒരു ജനറ്റിക് മെറ്റീരിയൽ അത്രയല്ലേ ഉള്ളൂ. അപ്പം അതൊരു കോട്ടോണിക് സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഓൾമോസ്റ്റ് എൻറ്റയർ സാധനങ്ങളും ബിൽഡ് ചെയ്തിരിക്കുന്നത്. വൈറസ് ഹൺഡ്രഡ്സ് ഓഫ് പ്രോട്ടീൻസിൻ്റെ സബ് യൂണിറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അത് എല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ടാണ് ഒരു സിമെട്രിക്കൽ ഷെല്ലായിട്ട് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ആ ഷെല്ലിനകത്താണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽസ് വരുന്നത്. ഈ കോട്ടോണിക് സ്ട്രക്ചറിന് വരുന്ന എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റീസ് കൊണ്ടിട്ട് വരുന്ന സാധനമാണ് സിക്കിൾ സെൽ ഡിസീസ്, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ ഇങ്ങനെ വട്ടത്തിലിരിക്കേണ്ട, ഒരു വട പോലെ ഇരിക്കേണ്ട ഹീമോഗ്ലോബിൻ ഇങ്ങനെ നീണ്ടു പോകുന്നത്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ അമിനോ ആസിഡിൽ വരുന്ന മ്യൂട്ടേഷൻ കാരണമാണ് ഇങ്ങനെ സിക്കിൾ സെൽ ഡിസീസ് വരുന്നത്. ഒരു സിംഗിൾ അമിനോ ആസിഡിൽ വരുന്ന ചേഞ്ചസ് ആണിത്. നോർമൽ സ്ട്രക്ചറിനെ ഒരു സിംഗിൾ ചേഞ്ച് എങ്ങനെയാണ് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഈ കോട്ടോണിക് സ്ട്രക്ചർ അങ്ങനെ ചുമ്മാ വന്നങ്ങ് അസംബിൾ ചെയ്യുമല്ല. ആദ്യം ഇതിന് എവിടെയാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റ്, അടുത്ത സബ് യൂണിറ്റിൽ എവിടെയാണെന്നുള്ളത് സൈറ്റ് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് അത് ഓറിയൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കണം. പിന്നീടാണ് അസംബ്ലി ചെയ്ത് ക്വാളിറ്റിയൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കോട്ടോണിക് സ്ട്രക്ചറായിട്ട് ഇത് മാറുന്നത്. ഇങ്ങനെ ഈ സബ് യൂണിറ്റ്സ് എല്ലാം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ട് ആക്ടിവിറ്റീനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു സൈറ്റിലുണ്ടാകുന്ന ബൈൻഡിങ് തന്നെ എല്ലാ സൈറ്റിലും എഫക്റ്റ് ചെയ്യണം. അങ്ങനത്തെ രീതിയിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവണം. എല്ലാ സബ് യൂണിറ്റ്സും കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പോസിബിൾ ആകുകയും ചെയ്യണം. ഇങ്ങനെ ഒരു കോട്ടോണിക് സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ ഈ സബ് യൂണിറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഒക്കെ ഉണ്ടാവണം. ഇതുകൊണ്ടാണ് ഈ കോട്ടോണിക് സ്ട്രക്ചറിനെ നമ്മൾ മോസ്റ്റ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരൊറ്റ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരൊറ്റ സബ് യൂണിറ്റിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഹോൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് ഈ സബ് യൂണിറ്റുകൾ തമ്മിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു വലിയ കോംപ്ലക്സ് ആയിക്കൊണ്ട് അവരിങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്. കോട്ടോണിക് സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് സ്റ്റെബിലിറ്റിയാണ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസിയാണ്, റെഗുലേഷനാണ്. അതായത്
അലോസ്റ്ററിക് കൺട്രോൾ വഴി കോപ്പറേറ്റിവിറ്റി അലോ ചെയ്യുന്നുണ്ട്, അങ്ങനെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ്, അതായത് ഒരു ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പ്രോട്ടീനെ റീപ്ലേസ് ചെയ്യേണ്ട, ആ സബ് യൂണിറ്റ് മാത്രം റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് റിപ്പയറും റീപ്ലേസ്മെൻറ്റും ഒക്കെ എളുപ്പമാണ്. പിന്നെ ചാപ്രോൺസ് ഇവിടെയും വരുന്നുണ്ട്. ക്വാട്ടർണറി പ്രോട്ടീൻസിനെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാപ്രോൺസും വരുന്നുണ്ട്. HSP17 നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. സബ് യൂണിറ്റ്സിനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഈ ക്വാട്ടർണറി സ്ട്രക്ചർ ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ആക്ടിവിറ്റി എന്തായാലും ആക്ടിവിറ്റി ഉണ്ടാവില്ല, ആക്ടിവിറ്റി ലോസ് ആവും, കോപ്പറേറ്റിവിറ്റി ഉണ്ടാവില്ല, സബ് യൂണിറ്റ്സ് എല്ലാം പല വഴിക്ക് പോകും, അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല. പിന്നെ അൺസ്റ്റേബിളായിട്ട് മാറും, സബ് യൂണിറ്റ്സ് ഒക്കെ ഡിസോസിയേറ്റ് ചെയ്ത് പല വഴിക്ക് പോകും. ഇതാണ് ക്വാട്ടർണറി സ്ട്രക്ചറിന്, ആ സ്ട്രക്ചർ ലോസ് ആയ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ഡീനേച്ചറേഷൻ. ഇനി മയോഗ്ലോബിന് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ട്, പക്ഷേ ക്വാട്ടർണറി സ്ട്രക്ചർ ഇല്ല. അത് നമ്മൾ പറഞ്ഞ എല്ലാ പ്രോട്ടീനും ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യില്ല എന്ന്. ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുള്ള ഹീമോഗ്ലോബിൻ പോലുള്ള ആളുകൾക്ക് മാത്രമാണ് ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ ആൻറ്റിബോഡീസ് മെനി എൻസൈംസിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ കാണുന്നത്, മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻസ് കാണുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ 4 സ്ട്രക്ചറൽ ലെവൽസ് ആണുള്ളത്, അതായത് ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ ക്വാട്ടർണറി സ്ട്രക്ചറിനകത്തുള്ള 2 സബ് യൂണിറ്റുകൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുന്ന റീജിയനെ നമ്മൾ ഇൻ്റർഫേസ് എന്നാണ് പറയുന്നത്. സബ് യൂണിറ്റ് ഇൻ്റർഫേസസ് എന്ന് പറയും. അതായത് സബ് യൂണിറ്റ് എയും സബ് യൂണിറ്റ് ബിയും തമ്മിൽ കോൺടാക്ട് വരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇത് ഹൈലി സ്പെസിഫിക് ആയിരിക്കും, റിച്ച് ഇൻ കോംപ്ലിമെൻ്ററി ഇൻട്രാക്ഷൻസ് ആയിരിക്കും, യൂഷ്വലി കണ്ടെയ്ൻസ് ഹൈഡ്രോഫോബിക് റീജിയൻസ് ആയിരിക്കും ഉള്ളത്. ഹൈഡ്രോഫോബിക് റീജിയൻസ് ആകുമ്പോൾ അകത്തേക്ക് പോകുന്ന ഒരു സ്വഭാവമാണല്ലോ, അങ്ങനത്തെ ഒരു നേച്ചറാണല്ലോ ഹൈഡ്രോഫോബിക് റീജിയൻസ് കാണിക്കുന്നത്. യൂഷ്വലി ഇങ്ങനെയുള്ള ഇൻ്റർഫേസസ് ഒക്കെ ഹൈഡ്രോഫോബിക് റീജിയൻസ് തന്നെയായിരിക്കും. ഈ ഹൈഡ്രോഫോബിക് റീജിയൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഇവരെ ഈ എൻറ്റയർ പ്രോട്ടീനെ തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് കളയും. കാരണം ഇവർക്ക് തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ മൊത്തത്തിൽ ഇത് കേടായി പോകും. ഈ പ്രോട്ടീൻ പിന്നെ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ നീണ്ട ചെയിനിനെക്കാട്ടിയും ചെറിയ സബ് യൂണിറ്റ്സ് ഉള്ള ഒരു മൾട്ടി സബ് യൂണിറ്റ് ഉള്ള പ്രോട്ടീനെയാണ് എവല്യൂഷൻ ഇഷ്ടം. കാരണം എവല്യൂഷനാണ് തിരഞ്ഞെടുത്തുകൊണ്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തസിസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കണ്ട, ഒരേ സമയം ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാം, അഗ്രിഗേഷനൊക്കെ കുറവായിരിക്കും. പിന്നെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാം. റിപ്പയർ ആയ സ്ഥലത്തുള്ള ആ ഒരു സബ് യൂണിറ്റ് മാത്രം റീപ്ലേസ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാം, ബെറ്റർ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രേറ്റർ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് എവല്യൂഷൻ എപ്പോഴും മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻസിനെയാണ് ഇഷ്ടം, എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ, കമൻറ്റ് ചെയ്തിട്ട്. നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. എനിക്ക് ജലദോഷമാണ്, സൗണ്ടൊക്കെ മാറിയിരിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് പഠിക്കാൻ, നന്നായിട്ട് എക്സാം എഴുതണം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്